So next we are moving to our next set of exercise 3.5. Adile first section another. Okay, which of the following pair of linear equations has unique solution, no solution or infinitely many solutions? നമുക്ക് കുറച്ച് pair of linear equations തന്നിരിക്കും. അതിലെ ഏതിനൊക്കെയാണ് unique solution ഉള്ളത്, അതേപോലെ no solution, അതേപോലെ infinitely many solutions ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന് യുണീക് സൊല്യൂഷൻ കിട്ടിയാൽ അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന് യുണീക് സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. നമ്മൾ ഇതിനെ മുന്നേ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ്, തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിന്റെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് റേഷ്യോ എടുത്തിട്ട് അതിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന ലീനിയർ പെയർ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷന് എന്താണ്, മെനി സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആണോ അല്ലെന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു നമ്മൾ ആ റേഷ്യോസ് ഇങ്ങനെ എടുത്തതിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. First question is x minus 3y minus 3 is equal to 0. Second linear equation 3x minus 9y minus 2 is equal to 0. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഈ ഒരു ലീനിയർ ഇക്വേഷന് I am going to compare this linear equation with its general form a1x plus b1y plus c1 is equal to 0 ആണെന്നുണ്ടെങ്കിൽ I get a1 is equal to 1, b1 is equal to minus 3 and c1 is equal to minus 3. Right. Okay. Next, when I compare the second linear equation with its general form a2x plus b2y plus c2 is equal to 0, I get a2 is equal to 3 and b2 is equal to minus 9 and c2 is equal to minus 2. Okay, ഇനി ഞാൻ റേഷ്യോസ് എടുക്കുകയാണ്. ആദ്യം എടുക്കുന്നു a1 divided by a2 is equal to എത്രയാണ്, 1 divided by 3. നെക്സ്റ്റ് എടുക്കുന്നു b1 divided by b2 is equal to minus 3 divided by minus 9 is equal to 1 divided by 3. നെക്സ്റ്റ് എന്ന് പറയുന്നത് c1 divided by c2 is equal to എത്രയാണ്, minus 3 divided by minus 2 is equal to 3 divided by 2. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ a1 by a2 b1 by b2 എന്താണ്, സെയിം ആണ്, but not is equal to c1 by c2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, since a1 divided by a2 is equal to b1 divided by b2 not is equal to c1 divided by c2. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ, അതായത് കോഎഫിഷ്യൻസിന്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു റിലേഷൻ വരുന്നത് ഏത് ടൈപ്പ് ലീനിയർ ഇക്വേഷൻസിനായിരുന്നു, അതായത് നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത, നോ സൊല്യൂഷൻ, അതായത് ഈ ഒരു രീതിയിൽ വന്നാൽ പാരലൽ ലൈൻസ് ആണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ പാരലൽ ലൈൻസ് ആണ്, അവർക്ക് ഇന്റർസെക്ഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് എന്തില്ല, സൊല്യൂഷൻ ഇല്ല. ഓക്കെ, there is no solution. There is no solution for the given pair of linear equations in two variable. ഓക്കെ, അപ്പോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ മാത്രം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. നമുക്ക് ചെയ്തപ്പോൾ യുണീക്ക് സൊല്യൂഷൻ അല്ല വന്നത്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ അല്ല വന്നത്, എന്താണ് വന്നത്, നോ സൊല്യൂഷൻ ആണ് വന്നത്. കാരണം എന്താണ്, നമുക്ക് കിട്ടിയ കോഎഫിഷ്യന്റ് റേഷ്യോ എങ്ങനെയാണ്, a1 by a2 is equal to b1 by b2 not is equal to c1 by c2. ഇത് നമ്മൾ ടേബിൾ ചെയ്ത് പഠിച്ച കാര്യമാണ്. പാരലൽ ലൈൻസിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, അല്ല, ഈ ലീനിയർ ഇക്വേഷൻസിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാരലൽ ലൈൻസ് ആണ് കിട്ടുന്നത്, അവരുടെ കോഎഫിഷ്യന്റ് റേഷ്യോ ഈ രീതിയിലാണ് കിട്ടുന്നത്, അവർക്ക് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, 2x plus y minus 5 is equal to 0. അതേപോലെ 3x plus 2y minus 8 is equal to 0. അതായത് നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആദ്യം ഈ തന്നിട്ടുള്ള പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന് യുണീക് സൊല്യൂഷൻ ആണോ അതോ നോ സൊല്യൂഷൻ ആണോ അതോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ടേക്ക് ദ റേഷ്യോ ഓഫ് ദി കോഎഫിഷ്യൻസ് ഓഫ് ദി വേരിയബിൾസ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഐ എം ഗോയിങ് ടു കമ്പയർ ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ വിത്ത് ദ ജനറൽ ഫോം a1x plus b1y plus c1 is equal to 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് a1 is equal to 2, അതേപോലെ b1 is equal to 1 and c1 is equal to minus 5 എന്ന് കിട്ടും. Okay, and next I am going to compare the second linear equation with
a2x plus b2y plus c2 is equal to 0, I get a2 is equal to 3 and b2 is equal to 2 and c2 is equal to minus 8. Right. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ റേഷ്യോസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നോക്കുക, a1 by a2 is equal to എത്ര കിട്ടും, 2 by 3. ഇനി ആരെയാണ് എടുക്കേണ്ടത്, ഞാൻ b1 by b2 എടുക്കുകയാണ്, is equal to എത്രയാണ്, 1 by 2. ഇനി ഞാൻ അങ്ങോട്ട് എടുക്കണമെന്നില്ല, കാരണം എന്താണ്, ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണ്ടുന്ന റിലേഷൻ കിട്ടിക്കഴിഞ്ഞു. എന്താണ്, a1 by a2 not is equal to b1 by b2. ഓക്കെ, അതായത് ഈ രണ്ട് ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അതായത് അവർക്ക് one and only one solution, that means the given pair of linear equation has a unique solution. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് യുണീക് സൊല്യൂഷൻ. അപ്പൊ യുണീക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, we have to find the solution of the given pair of linear equation by cross multiplication method. Okay, അപ്പോൾ cross multiplication method വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നോക്കുക, by cross multiplication method. എഴുതേണ്ട രീതി ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ലീനിയർ ഇക്വേഷനിൽ ആരൊക്കെയാണുള്ളത്, നമുക്ക് എങ്ങനെയാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 വേരിയബിൾസും ഒരു കോൺസ്റ്റന്റ് ടേമും ആയിരിക്കും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 വേരിയബിൾസ് ആയിരിക്കണം എക്സ്, വൈ ആൻഡ് 1 കോൺസ്റ്റന്റ് ടേം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വേരിയബിൾ നമ്മൾ എടുക്കുക എക്സ്, എന്നിട്ട് ഇതാ ഇങ്ങനെ ഡിവിഷൻ കൊടുക്കുക, ഡിവൈഡഡ് ബൈ. ഇനി ആലോചിക്കുക, എക്സിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ്, a1ഉം a2ഉം ആണ്. ഇവരൊഴിച്ച് ബാക്കി കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രിഡ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാല്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടല്ലോ, അതിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളെ വേണം ആദ്യം അറേഞ്ച് ചെയ്യാൻ. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരാണ്, വൈയുടെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡ്, രണ്ടും റൈറ്റ് സൈഡിലാണ്, പക്ഷെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്, വൈയുടെ കോഎഫിഷ്യൻസ് ആണ്, അതായത് b1ഉം b2. അപ്പൊ ഞാൻ ഇങ്ങനെ b1 b2 ഇങ്ങനെ താഴെയായിട്ട് എഴുതണം, അതിന് പകരം ഞാനിവിടെ 1 and 2 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, പിന്നെ എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലാതെ ബാക്കിയുള്ളത് ആരാണ്, നമ്മുടെ കോൺസ്റ്റന്റ് ടേം ആണ്. ആരൊക്കെയാണ്, c1 c2, അതായത് -5 അതേപോലെ -8. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് which is equal to, നമ്മുടെ രണ്ടാമത്തെ വേരിയബിൾ ആരാണ്, y ആണ്. ഓക്കെ, അപ്പൊ y അതേപോലെ എഴുതുക, ഡിവൈഡഡ് ബൈ. ഇനി yയുടെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്, b1ഉം b2ഉം. അത് ഒഴിച്ച് ബാക്കിയുള്ള കോഎഫിഷ്യൻസ് നമുക്ക് ഗ്രിഡ് പോലെ അറേഞ്ച് ചെയ്യണം. അപ്പൊ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, y എന്ന് പറയുന്ന വേരിയബിൾ കിടക്കുന്നതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ആരാണ്, കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് ടേംസ് വേണം ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ, അറേഞ്ച് ചെയ്യാൻ. അപ്പൊ അത് എഴുതേണ്ട രീതി ഇങ്ങനെയാണ്, -5 -8. അതിനുശേഷം ആരെ അറേഞ്ച് ചെയ്യണം, a1 a2, അതായത് 2ഉം 3ഉം. ഓക്കെ, which is equal to, ഇനി നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്, we are taking a constant term 1. ഓക്കെ, എല്ലാത്തിലും 1 വേണം എടുക്കാൻ. ഓക്കെ, 1 എടുത്തു. ഇനി നമ്മൾ ആരെയാണ് അറേഞ്ച് ചെയ്തത്, കോൺസ്റ്റന്റ് ടേംസ് ഒഴിച്ച് ബാക്കിയുള്ള വേരിയബിൾസിന്റെ എന്തെടുക്കണം, കോഎഫിഷ്യൻസിനെ വേണം ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പൊ അറേഞ്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, 1 എഴുതി, ഇവിടെ കോൺസ്റ്റന്റ് ടേം എടുത്തു. ഇനി ഇവിടെ റൈറ്റ് സൈഡിലോട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇനി പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പൊ ആരാണ്, 2 3, അതേപോലെ പിന്നെ 1 2, ആ രീതിയിലാണ് അറേഞ്ച്. അതായത് a1 a2 b1 b2 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. 2 3 1 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പൊ എക്സ് അതേപോലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ 1 into -8 is equal to -8 minus, അടുത്ത സൈൻ മൈനസ് ആണ്, 2 into -5 is equal to എത്രയാണ്, -10. മൈനസ് ഓഫ് -10 എത്രയാണ്, +10. ഓക്കെ, അപ്പൊ -8 + 10 is equal to y അതേപോലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ -5 into 3 is equal to എത്രയാണ്, -15. അടുത്ത സൈൻ എന്താണ്, മൈനസ്. -8 into 2 is equal to എത്രയാണ്, -16. and minus of -16 is equal to +16. ഓക്കെ, is equal to 1 അതേപോലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ 2 into 2 is equal to എത്രയാണ്, 4. അടുത്ത സൈൻ മൈനസ്. 1 into 3 is equal to എത്രയാണ്, 3. ഓക്കെ, അപ്പൊ അറേഞ്ച് ചെയ്ത രീതി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഉത്തരവും കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ എടുക്കുന്ന രീതി തെറ്റിയാൽ നമ്മുടെ സൊല്യൂഷനും തെറ്റിപ്പോകും. ഓക്കെ, അപ്പോ
ഇനി ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഡിവൈഡഡ് ബൈ -8 + 10 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ വേണം എടുക്കാൻ. വലുതാരാണ്? 10. 10ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2. വലുതായ 10ന്റെ സൈൻ എത്രയാണ്? പ്ലസ്. സോ ആൻസർ ഈസ് +2. ഓക്കെ, അപ്പൊ ഞാനത് 2 മാത്രം എഴുതുന്നു. ഈസ് ഈക്വൽ ടു. ഇനി y ഇവിടെ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ സൈൻ കൺവെൻഷൻ എല്ലാം നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഒന്നും കൂടെ പറയുന്നു. വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ വലുതാരാണ്? 16. 16ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ 16ൽ നിന്ന് 15 പോകുമ്പോൾ എത്ര കിട്ടും? 1. വലുതിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് +1 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 - 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു വേരിയബിളിന് കോൺസ്റ്റന്റ് മാത്രമുള്ള ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എനിക്ക് ഇങ്ങനെ എഴുതാം x/2 ഈസ് ഈക്വൽ ടു 1. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ എഴുതാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് x-ന്റെ വാല്യൂ കിട്ടി എത്രയാണ്? 2 എന്നാണ് കിട്ടിയത്. നെക്സ്റ്റ് ഈ ഒരു ഇതിനെ ഞാൻ കോൺസ്റ്റന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. y ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓർഡർഡ് പെയർ xy. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2, 1 is the solution of the given pair of linear equation. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ച് ചെയ്യണം. ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഒരു ലീനിയർ ഇക്വേഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? 2 വേരിയബിൾസും ഒരു കോൺസ്റ്റന്റ് ടേം. കാരണം നമ്മുടെ പാഠമേ അതാണ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നാണ്. അപ്പൊ 2 വേരിയബിൾസും ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ എടുക്കുക. ആദ്യത്തെ വേരിയബിൾ എഴുതുക. അതിന്റെ കോഎഫിഷ്യൻസ് ഒഴിച്ച് ബാക്കി ഉള്ളവരെ ഗ്രിഡ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യുക. അതിനുശേഷം കോൺസ്റ്റന്റ് ടേം ആയിട്ട് നമ്മൾ 1 എടുക്കുക. അതിന് കോൺസ്റ്റന്റ് ടേംസ് ഒഴിച്ച് ബാക്കി വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസിനെ ഗ്രിഡ് രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടുത്തെ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടിയത്? എക്സിന്റെ വാല്യൂ 2 ഉം വൈയുടെ വാല്യൂ 1. സോ 2, 1 is the solution. Okay, so this is our third question. 3x minus 5y minus 20 is equal to 0. അതേപോലെ 6x minus 10y minus 40 is equal to 0. ഇനി നമുക്ക് റേഷ്യോ ഓഫ് കോഎഫിഷ്യന്റ് എടുക്കാതെ തന്നെ പറയാൻ പറ്റും. എന്താണ്? ഇവിടെ നോക്കുക. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷന്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആണ്. നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും അല്ലെ? 3 into 2 6. Okay, -5 into 2 -10 -20 into 2 എത്രയാണ്? -40. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഒരു ഇക്വേഷൻ മറ്റൊരു ഇക്വേഷന്റെ എന്തായിട്ട് വരിക? സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ നമുക്ക് അതിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? a1/a2 is equal to b1/b2 is equal to c1/c2 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന 2 ലൈൻസും ഓവർലാപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. അതായത് കോഇൻസിഡന്റ് ലൈൻസ് ആയിരിക്കും. കോഇൻസിഡന്റ് ലൈൻസിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് പോവാം. എങ്ങനെയാണ്? when I am comparing the first linear equation with the general form a1x plus b1y plus c1 is equal to 0, I get a1 is equal to 3 and b1 is equal to -5 and c1 is equal to -20. Okay, next a2 is equal to 6, b2 is equal to -10 and c2 is equal to -40. ഇനി നമുക്ക് റേഷ്യോ എടുക്കാം. a1/a2 is equal to 3/6 is equal to 1/2. Okay, ഇനി b1/b2 is equal to -5 divided by -10 is also equal to 1/2 and c1/c2 is equal to -20 divided by -40 which is also equal to 1/2. That means a1/a2 is equal to b1/b2 is equal to c1/c2. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കോഇൻസിഡന്റ് ലൈൻസ് ആണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ആൻഡ് ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട കാര്യം ഇല്ല. കാരണം നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആയിട്ട് ഏതെങ്കിലും പെയറിന് വരുന്നെങ്കിൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
So this is the last question of our set of exercise. First question. Okay. About x minus 3y minus 7 is equal to 0. Adepole 3x minus 3y minus 15 is equal to 0. So I am going to compare the first linear equation with its general form a1x plus b1y plus c1 is equal to 0. And I get a1 is equal to 1, b1 is equal to minus 3 and c1 is equal to minus 7. Right. Next when I am going to compare, when I compare the second linear equation with the general form a2x plus b2y plus c2 is equal to 0, I get a2 is equal to 3, b2 is equal to minus 3 and c2 is equal to minus 15. Okay, ini namukku ratio edukam. a1 divided by a2 is equal to 1/3 ആണ് and b1 divided by b2 is equal to minus 3 divided by minus 3 is equal to 1 ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് വല്ലതും ചെയ്യണോ? വേണ്ട. കാരണം എന്താണ്? നമുക്ക് ഇവിടെ വെച്ച് തന്നെ കിട്ടി a1 by a2 is not is equal to b1 by b2. Okay. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കോഎഫിഷ്യൻസിന്റെ റേഷ്യോയുടെ റിലേഷൻഷിപ്പ് കിട്ടുന്നതെങ്കിൽ ആ രണ്ട് ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടുന്ന, അതായത് ഒരേ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന ലൈൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഹാസ് യുണീക് സൊല്യൂഷൻ, അതായത് വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? യുണീക് സൊല്യൂഷൻ. ഓക്കെ, യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യണം യൂസിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ എഴുതേണ്ട രീതി എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസ് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഡിവിഷൻ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എക്സിന്റെ താഴെ നമുക്ക് ആരാണ് എഴുതേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യൻസ് ഒഴിച്ച് ബാക്കിയുള്ള കോൺസ്റ്റന്റ് ടേമിനെയും വൈയുടെ കോഎഫിഷ്യന്റിനെയാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എഴുതണം എക്സിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരാണ്? വൈയുടെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ നമ്മൾ അത് വേണം ആദ്യം എഴുതാൻ. -3 ഓക്കെ, അതേപോലെ പിന്നെ ആരാണ്? -7 -15. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഗ്രിഡിന്റെ രൂപത്തിൽ വേണം എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് വൈക്ക് നമ്മൾ വൈയുടെ കോഎഫിഷ്യന്റ് ഒഴിച്ച് ബാക്കിയുള്ള വേരിയബിളിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും എഴുതുക. അപ്പൊ ആദ്യം എഴുതേണ്ടത് ആരെയാണ്? വൈക്ക് ശേഷം റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരാണ്? കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ അത് വേണം ആദ്യം എഴുതാൻ. വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് എഴുതരുത്. ഓക്കെ, അപ്പൊ എഴുതുക -7 -15. ഇനി ആരാണ്? നമുക്ക് 1 and 3. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം. അപ്പൊ കോൺസ്റ്റന്റ് ടേം ഒഴിച്ച് ബാക്കിയുള്ള വേരിയബിൾസിന്റെ വേണം നമ്മൾ എഴുതാൻ. അപ്പൊ ആദ്യം എഴുതേണ്ടത് എക്സിൻ്റെത് പിന്നെ വൈയുടേത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതേണ്ട രീതി 1 3 -3 -3. ഓക്കെ, 1 3 -3 -3. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ്? എക്സ് അതേപോലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ, ഒന്ന് ആലോചിക്കാം, -3 into -15 is equal to എത്രയാണ്? +45. ഓക്കെ, നടുക്കത്തെ സൈൻ അതേപോലെ കൊടുക്കാം, -3 into -7 is equal to -21 ആണ്. അല്ല സോറി, +21 ആണ്. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ 21 എന്ന് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ, ഒന്ന് ആലോചിക്കുക, -7 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -21 ആണ്. നടുക്കത്തെ സൈൻ അതേപോലെ കൊടുക്കുക. 1 into -15 എന്ന് പറഞ്ഞാൽ -15, നമുക്ക് നടുക്കത്തെ സൈൻ മൈനസ് ആണ്. -15 is equal to +15 is equal to 1 അതേപോലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ 1 into -3 എത്രയാണ്? -3. ഓക്കെ, ഇനി 3 into -3 എത്രയാണ്? -9. അപ്പൊ ഇവിടെ നമുക്ക് -9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? +9. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? x ഡിവൈഡഡ് ബൈ 45 -21. അപ്പൊ ആലോചിക്കുക, 4 - 1 is 5 - 1 is equal to 4 and 4 - 2 is equal to 2. അപ്പൊ x divided by 24 is equal to y divided by, ഒന്ന് ആലോചിക്കുക, -21 + 15 ഓപ്പോസിറ്റ് സൈൻസ് ആണ്. വലുതിൽ നിന്നും ചേർത്ത് കൊടുക്കുക. 21 നിന്നും 15 പോകുമ്പോഴത്തേക്ക് എത്രയാണ്? 6 ആണ്. വലുതിന്റെ സൈൻ എത്രയാണ്? മൈനസ്. ഓക്കെ, അപ്പൊ -6 is equal to 1 divided by ഇതെവിടെ? -3 + 9 എത്ര കിട്ടും? 6 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഈ വേരിയബിൾസിനെ അങ്ങോട്ട് എന്താണ് ഇക്വേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ x is equal to എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24 divided by 6 എന്ന് എഴുതാം. കാരണം നമ്മൾ x/24 is 1/6 എന്ന് എഴുതുമ്പോൾ ഈ 24 അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പോഴത്തേക്ക് 24 divided by 6 എന്ന് കിട്ടും. ആൻഡ് 24 divided by 6 is equal to 4. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം.
y is equal to എങ്ങനെ കിട്ടും -6 divided by 6 എന്ന് കിട്ടും is equal to -1. So our solution is 4 minus 1. Okay. Clear? So we are moving to the second question of our exercise 3.5. Question ഇങ്ങനെയാണ്. For which values of a and b does the following pair of linear equations have an infinite number of solutions? അതായത് ഇവിടെ രണ്ട് പെയർ ഒരു പെയർ ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അതിലെ എയും ബിയും എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എയുടെയും ബിയുടെയും ഏത് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആകും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പെയർ ലീനിയർ ഇക്വേഷൻ തന്നിരുന്നാൽ a1 x plus b1 y plus c1 is equal to 0, അതേപോലെ a2 x plus b2 y plus c2 is equal to 0 എന്ന് പറയുന്ന പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിരുന്നാൽ ആ പെയറിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ. അതിനല്ല അതിന്റെ കോഎഫിഷ്യന്റ് വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കണം? Satisfy this condition, that is a1 by a2 is equal to b1 divided by b2 is equal to c1 divided by c2, right? Okay, അപ്പോൾ അത് ഇവിടുത്തെ കേസിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റും? a1 എന്ന് പറഞ്ഞാൽ ആരാണ്? 2 divided by a minus b is equal to 3 divided by a plus b, okay, is equal to നമുക്ക് കോൺസ്റ്റന്റ് ടേം ആരാണ്? 7 divided by C2 എന്ന് പറയുമ്പോൾ 3a plus b minus 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തതിനു ശേഷം ലീനിയർ ഇക്വേഷൻസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയാണ്. അപ്പൊ നോക്കാം, ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്ന കണ്ടീഷൻ ഇങ്ങനെ 2 divided by a minus b is equal to 3 divided by a plus b. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഭാഗമാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 2 into a plus b, അതായത് 2a plus 2b is equal to 3 into a minus b, അതായത് 3a minus 3b, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 2a ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ ഈ ഒരു സൈഡിൽ ആര് മാത്രം? വെറും a മാത്രമായിട്ട് മാറും. ഇനി ഇതാ ഒരു ഈ 2b ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയാൽ എനിക്ക് a minus 5b എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഫസ്റ്റ് അല്ല, ഇവിടുത്തെ സോൾവ് ചെയ്യേണ്ട ലീനിയർ ഇക്വേഷൻസിലെ ഫസ്റ്റ്, അതായത് ഈ ഒരു ഓൾ ക്വസ്റ്റ്യനിലെ തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവർ രണ്ടുപേരാണ്. 3 divided by a plus b is equal to 7 divided by 3a plus b minus 2. അത് വേണമെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതിനോട് 2 divided by a minus b യെ ഇക്വേറ്റ് ചെയ്യുക. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കുന്നത് ആരെയാണ്? ഇതാണ് 3 divided by a plus b is equal to 7 divided by 3a plus b minus 2. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 3 into 3a plus b minus 2 എന്ന് പറയുന്നത് 9a plus 3b minus 6 is equal to 7 into a plus b എന്ന് പറയുമ്പോൾ ആരാണ്? 7a plus 7b. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സിംപ്ലിഫിക്കേഷൻ നടത്തണം. അപ്പൊ 9a minus 7a is equal to 2a plus 3b, ഇവിടുന്ന് ഒരു -7b വരുമ്പോഴത്തേക്ക് അവിടെ എന്തായിട്ട് മാറും? -4b. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്കൊരു -6 ഉണ്ട്, അതിനെ ഞാൻ അപ്പുറം കൊണ്ടുപോവാണ്, is equal to +6, which is the fourth equation. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസ് എയുടെയും ബിയുടെയും ടേംസിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടി, ലീനിയർ ഇക്വേഷൻസ് കിട്ടി. We have to solve these two linear equations so that we find the solution of a and b. Okay, അപ്പൊ നമുക്കത് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേക മെത്തേഡ് ഒന്നും പറയുന്നില്ല. അതായത് നിങ്ങൾ ഇന്ന മെത്തേഡുള്ള എലിമിനേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഇന്ന മെത്തേഡിലൂടെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഏത് മെത്തേഡാണ്? എലിമിനേഷൻ മെത്തേഡാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇക്വേഷൻസിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാണ്. a minus 5b is equal to 0. അപ്പം ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ഇവിടെ a ഉണ്ട്, ഇവിടെ 2a ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു മൂന്നാമത്തെ ഇക്വേഷനെ എന്ത് ചെയ്യുന്നു? 2 എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? 2a minus 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? -10b is equal to 0. റൈറ്റ്? അപ്പൊ ഇതിനെ ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനെ ഞാൻ അതിന്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കുക. 2a minus 4b is equal to 6. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഒരേപോലുള്ള ടേംസ് ആണ്, അവരുടെ സൈൻസ് സെയിം ആണ്, സെയിം സൈൻസ് ആണെന്നുണ്ടെങ്കിൽ we have to subtract one equation from another. ഓക്കെ, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 5 minus ഇത് എത്രാമത്തെ ഇക്വേഷൻ ആണ്? ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പൊ 2a minus 2a is equal to 0 minus 10b minus of 4b എന്ന് പറയുമ്പോൾ എത്ര? -10b plus
4b എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? -6b is equal to എത്ര കിട്ടും? 0 - 6 is equal to -6, which means b is equal to -6 divided by -6 is equal to 1. ഓക്കെ, അപ്പൊ നമുക്ക് b യുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആരുടെ വാല്യൂ ആണ് വേണ്ടത്? a യുടെ വാല്യൂ ആണ് വേണ്ടത്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫ്രം 3 എങ്ങനെ എഴുതാൻ പറ്റും? a minus 5b is equal to 0 എന്നാണ്, which means a minus 5 is equal to 0, which means a is equal to 5. അപ്പോഴത്തേക്കും നമുക്ക് ഈ തന്നിരിക്കുന്ന പർട്ടിക്കുലർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന്റെ എയുടെയും ബിയുടെയും വാല്യൂ, എയുടെ വാല്യൂ 5 ഉം ബിയുടെ വാല്യൂ 1 ഉം ആണെങ്കിൽ മാത്രമേ ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാകൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? So we are moving to the second sub question of our question number 3. Okay, appo question എങ്ങനെയാണ് പറഞ്ഞത്? For what value of k will the following pair of linear equations have no solution? അതായത് സൊല്യൂഷൻ പാടില്ല. അപ്പൊ നമുക്കറിയാം ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അവര് പാരലൽ ലൈൻസ് ആയിരിക്കും. ആൻഡ് അവരുടെ കോഎഫിഷ്യന്റിന്റെ റിലേഷൻ എന്ന് പറയുന്നത്, റേഷ്യോയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? a1 by a2 is equal to b1 by b2 but is not equal to c1 divided by c2 എന്നായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് നോ സൊല്യൂഷന്റെ കണ്ടീഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ ഇവിടുത്തെ കേസ് അനുസരിച്ച് എനിക്ക് എങ്ങനെ എഴുതാം? a1 3 divided by a2 2k minus 1 is equal to b2. ഓക്കെ, b1 എന്ന് പറഞ്ഞാൽ 1 divided by b2 എന്ന് പറഞ്ഞാൽ ആരാണ്? k minus 1 is not equal to 1 divided by 2k plus 1. ഓക്കെ, അപ്പൊ എനിക്കിതാ ഈ ഒരു കണ്ടീഷൻ മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് 3, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്, അല്ലെങ്കിൽ അത് ആദ്യം ഒന്ന് എഴുതിയതിനു ശേഷം പോവാം. 3 divided by 2k minus 1 is equal to 1 divided by k minus 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into k minus 1 is equal to 1 into 2k minus 1 is equal to 2k minus 1. Okay, 3 into k is equal to 3k minus 1 into 3 is equal to minus 3 is equal to 2k minus 1. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3k ഉണ്ട്, ഇവിടെ 2k ഉണ്ട്. ഞാൻ അതിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എനിക്ക് വെറും k ആയിട്ട് മാറും. ആൻഡ് -3 ഞാൻ അപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്കും എനിക്ക് -1 + 3 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? 3 - 1 is equal to 2. അപ്പൊ നമുക്ക് k യുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 2. അതായത് ഈ ഗിവൺ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലെ k യുടെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും ആ ലീനിയർ ഇക്വേഷൻസിന് സൊല്യൂഷൻ ഇല്ലാത്ത കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, so this is our next question. Solve by substitution method and cross multiplication method. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പെയർ ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ഈ രണ്ട് മെത്തേഡിലൂടെയും സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം. I am taking this first equation. Okay, this linear equation is the first equation and this linear equation is the second equation. 8x plus 5y is equal to 9 and 3x plus 2y is equal to 4. അപ്പോൾ substitution methodൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? We have to express any one of the variable in terms of the other variable. Okay, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ചുകൂടെ എപ്പോഴും ഹെവി ആയിട്ടുള്ള ഇക്വേഷനെ സെലക്ട് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് വേണം ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 8x plus 5y is equal to 9 ആണ്. കുറച്ചും കൂടെ കാണുമ്പോൾ നമുക്ക് വലിയ കോഎഫിഷ്യൻസ് ഒക്കെ ഉള്ളതുപോലെ തോന്നുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം എടുക്കുകയാണ്. ഫ്രം 1 x is equal to 9 minus 5y divided by 8. Okay, and taking this equation as equation number 3. Okay, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ളത് substituting 3 in എവിടെയാണ് നമ്മൾ? രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇത് എടുത്ത ഇക്വേഷനിലല്ല, രണ്ടാമത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. 3x plus 2y is equal to 4. അപ്പോഴത്തേക്കും 3, അതേപോലെ x 9 minus 5y divided by 8 plus 2y is equal to എത്രയാണ്? 4. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യാൻ പോകണം. 3 into 9 is equal to 27 minus 3 into 5 is equal to minus 15 plus ഞാൻ ഇതിനെ കൂടെ ചെയ്തു പോകണം. 8 into 2 is equal to എത്രയാണ്? 16y is equal to, ഇനി ഞാൻ ഈ ഒരു ഡിവൈഡഡ് ബൈ 8 ഉണ്ടല്ലോ അതിനെ എന്ത് ചെയ്യുന്നു? 4 into 8 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പൊ 4 into 8 എത്രയാണ്? 32.
അപ്പൊ ഇനി എനിക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ -15y + 16y എന്ന് പറഞ്ഞാൽ എത്രയാണ്? +y ആണ് കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു 32 - 27. ഓക്കെ, 32 - 27 ആണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രം 3. ഓക്കെ, എക്സിന്റെ വാല്യൂ നമുക്ക് ഇൻ ടേംസ് ഓഫ് y നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഇട്ട് കൊടുക്കുക. 3x ഈസ് ഈക്വൽ ടു എന്താണ്? 9 - 5 × 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 25. ഓക്കെ, ഡിവൈഡഡ് ബൈ 8 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നോക്കുക, 9 - 25 ഈസ് ഈക്വൽ ടു -16 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു എത്രയാണ്? -2. അപ്പം എനിക്ക് എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? -2ഉം വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 5ഉമാണ് കിട്ടിയത് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. തന്നിട്ടുള്ള വേരിയബിൾസ് എക്സ് പിന്നെ ആരാണ്? ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ആൻഡ് കോൺസ്റ്റന്റ് ടേം 1. ഓക്കെ, നമുക്ക് ഡിവിഷൻ അപ്ലൈ ചെയ്യാം. ആൻഡ് എക്സിന്റെ കോഎഫിഷ്യൻസ് ഒഴിച്ച് ബാക്കിയുള്ള കോഎഫിഷ്യൻസിനെ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? ആദ്യം എക്സിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരാണ്? വൈയുടെ കോഎഫിഷ്യൻസ് ആണ് 5 and 2. ഓക്കെ, അപ്പൊ 5 and 2 എടുത്തു. ഇനി ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ടേം ഏത് സൈഡിലാണ്? ഇപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോഴത്തേക്ക് എങ്ങനെ വരും? -9ഉം -4ഉം ആണ് വരുന്നത്. ഓക്കെ, -9 -4. ഇനി അടുത്തത് വൈ. വൈയുടെ കോഎഫിഷ്യന്റ് ഒഴിച്ച് ബാക്കിയുള്ളത് എടുക്കുക. അപ്പൊ ആരൊക്കെയാണ്? -9 -4. ഓക്കെ, അതേപോലെ പിന്നെ ആരാണ്? 8 3. ഇനി നമുക്ക് കോൺസ്റ്റന്റ് ടേമിന് എടുക്കുമ്പോൾ നമ്മൾ 8 3 5 2. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടും? x ഡിവൈഡഡ് ബൈ 5 × -4 ഈസ് ഈക്വൽ ടു -20. ഇനി 2 × -9 ഈസ് ഈക്വൽ ടു -18. -20 -18 ഈസ് ഈക്വൽ ടു +18 ഈസ് ഈക്വൽ ടു y divided by -9 × 3 is equal to -27. Okay, ഇനി അടുത്ത 8 × 4 is equal to എത്രയാണ്? 32 ആണ്. അപ്പൊ നമുക്ക് -32 നമുക്ക് എത്ര കിട്ടും? +32 is equal to എന്താണ് പറയുന്നത്? 1 divided by 8 × 2 is equal to 16. Okay, ഇനി -3 × 5 is equal to 15. Okay, അപ്പൊ എങ്ങനെ കിട്ടും? x divided by -20 + 18 is equal to -2 is equal to y divided by -27 + 32 is equal to +5 is equal to 1 by 1. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. is equal to -1. അപ്പൊ x is equal to എത്രയാണ്? -2. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ x എന്ന് പറയുന്നത്? -2. നെക്സ്റ്റ് y നമുക്ക് നോക്കാം. y by 5 is equal to 1 എന്ന് എഴുതാൻ പറ്റും. സോ y is equal to 5. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ y വാല്യൂ. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ നമ്മൾ രണ്ട് മെത്തേഡിലൂടെയും സോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ എത്രയാണ്? -2 ആൻഡ് വൈയുടെ വാല്യൂ എത്രയാണ്? 5. ഓക്കെ, ക്ലിയർ ആണല്ലോ? So we are moving to the fourth set of questions of our exercise 3.5 and first question word problem ആണ്. Word problem പറഞ്ഞ എങ്ങനെയാണ്? A part of monthly hostel charges is fixed and the remaining depends on the number of days one has taken food in the mess. Okay, അപ്പോൾ ഒരു ഹോസ്റ്റലിന്റെ ചാർജ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അതേപോലെ പിന്നെ ബാക്കി ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്. അതേപോലെ റിമൈനിങ് എന്ന് പറയുന്നത് മെസ്സിൽ നിന്നും എത്ര ദിവസം ഫുഡ് നമ്മൾ ടേക്ക് ചെയ്തു എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ when a student A takes food for 20 days. Okay, 20 ദിവസം ഒരു കുട്ടി A എന്ന് പറയുന്ന കുട്ടി ഫുഡ് കഴിച്ചുവെങ്കിൽ she has to pay ₹1000. ഓക്കെ, അപ്പൊ ഹോസ്റ്റലിന്റെ ചാർജ് ആയിട്ട് അവൾ 1000 രൂപ അടയ്ക്കണം. ഇപ്പോ ബി എന്ന് പറയുന്ന ഒരു കുട്ടി 26 ദിവസം ഫുഡ് കഴിച്ചു, അവള് 1180 രൂപ ഓക്കെ ആണ് ഹോസ്റ്റൽ ചാർജ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ചാർജും അതേപോലെ കോസ്റ്റ് ഓഫ് ദി ഫുഡ് പെർ ഡേ, ഒരു ദിവസത്തെ ഫുഡിന്റെ റേറ്റും എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഹോസ്റ്റൽ, ആ ഹോസ്റ്റലിൽ എന്താണ് നമ്മൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് കൊടുക്കണം. അതേപോലെ ആ ചാർജിൽ നിന്നും അധികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്ന എപ്പോഴാണ്? നമ്മൾ മെസ്സിൽ നിന്നും പെർ ഡേ ഫുഡിന് പൈസ കൊടുക്കണം. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്നു. അപ്പോ
ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സ്റ്റുഡന്റ് എന്ത് ചെയ്യുന്നു 20 ദിവസമാണ് മെസ്സിൽ നിന്നും ഫുഡ് കഴിച്ചത്. ഓക്കെ, അപ്പൊ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്, അതിന്റെ കൂടെ 20 ദിവസം കഴിച്ച ഫുഡിന്റെ ചാർജും കൂടെ ചേരുമ്പോഴാണ് എത്ര രൂപയാവുന്നത്? 1000 രൂപ അവള് ഹോസ്റ്റൽ ചാർജ് ആയിട്ട് പേ ചെയ്യുന്നത്. അതേപോലെ ബി എന്ന് പറയുന്ന സ്റ്റുഡന്റ് എന്താണ് ചെയ്യുന്നത്? ഫിക്സഡ് ചാർജിനോടൊപ്പം 26 ദിവസത്തെ ഫുഡിന്റെ ചാർജും കൂടെ ചേർത്തിട്ടാണ് 1180 രൂപ പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത അൺനോൺ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യാണ് x and y. Let x be the fixed charge and y be the charge per day for food. Okay, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? ഫിക്സഡ് ചാർജ് എന്തായാലും കൊടുക്കണം. പിന്നെ ഒരു ദിവസം ഫുഡിന്റെ ചാർജ് y ആണെങ്കിൽ 20 ദിവസത്തേക്ക് എത്ര രൂപയാണ്? 20y is equal to മൊത്തം എത്രയാണെന്നാണ് പറയുന്നത്? 1000 ആയെന്നാണ് പറയുന്നത്. അതേപോലെ ഫിക്സഡ് ചാർജ് കൊടുക്കണം ആൻഡ് 26 ദിവസം ഫുഡ് കഴിച്ചു, ഒരു ദിവസത്തെ ചാർജ് എത്രയാണ്? y, so 26y ആണ് is equal to 1180 rupees. അപ്പോ ഇതാണ് നമ്മുടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നോക്കുക, ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് അതേപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എനി ഓൾജിബ്രിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഏത് ഓൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം, സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം, എലിമിനേഷൻ എടുക്കാം, അതേപോലെ ഗ്രാഫിക്കൽ മെത്തേഡ് എടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ളത് എടുക്കാം. എനിക്ക് കുറച്ചും കൂടെ ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന മെത്തേഡ് എലിമിനേഷൻ മെത്തേഡാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻസിന്റെ ഏതെങ്കിലും വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കിയതിന് ശേഷം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത്. അപ്പൊ ആ മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കുക, x plus 20y is equal to 1000, അതേപോലെ x plus 26y is equal to 1180. ഓക്കെ, അപ്പോ ഇവിടെ ഓൾറെഡി ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, അതായത് 1x 1x ആണല്ലോ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ സെയിം ആണ്, അതേപോലെ സെയിം സിംബലും ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സബ്ട്രാക്ട് വൺ ഇക്വേഷൻ ഫ്രം അനദർ. അപ്പൊ എന്ത് ചെയ്യുക? ഞാൻ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കും. നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1നെ കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. സൈൻ കൺവെൻഷൻ റൂൾ നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നോക്കുക, 20y minus 26y is equal to എത്രയാണ്? -6y. അതേപോലെ 1000 minus 1180 is equal to എത്രയാണ്? -180. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y is equal to -180 divided by -6 is equal to എത്ര രൂപയാണ്? 30 rupees. അതായത് ഒരു ദിവസത്തെ ഫുഡിന്റെ മെസ്സിലെ ചാർജ് എന്ന് പറയുന്നത് 30 രൂപയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഫിക്സഡ് ചാർജ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഫ്രം 1, ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. x plus 20, y ക്ക് പകരം 30 എടുക്കുന്നു. 20 into 30 is equal to 600 is equal to എത്രയാണ്? 1000. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x is equal to 1000 minus 600 is equal to 400. അതായത് ഹോസ്റ്റലിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫിക്സഡ് ചാർജ് എത്രയാണ്? 400 രൂപയും ഒരു ദിവസം നമുക്ക് ആഹാരത്തിന് കൊടുക്കേണ്ട പൈസ എത്രയാണ്? 30 രൂപയുമാണ്. ഓക്കെ, so our second question is a fraction becomes 1/3. ഒരു fraction 1/3 ആയിട്ട് മാറും എപ്പോഴാണ്? when 1 is subtracted from the numerator. ന്യൂമറേറ്ററിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കുന്നു? 1 കുറയ്ക്കുന്നു. ഓക്കെ, ന്യൂമറേറ്ററിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ and it becomes 1/4 when 8 is added to its denominator. അതേപോലെ ആ ഫ്രാക്ഷൻ 1/4 ആയിട്ട് മാറും എപ്പോഴാണ്? ഡിനോമിനേറ്ററിന്റെ കൂടെ നമ്മൾ 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ we have to find the fraction. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ഫ്രാക്ഷൻ എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ x/y, അതായത് ന്യൂമറേറ്ററിന് x എന്നും ഡിനോമിനേറ്ററിന് y എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പൊ നോക്കുക, let x/y be the fraction. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഈ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ നിന്നും നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? 1/3 ആയിട്ട് മാറും എന്ന് പറഞ്ഞു. സോ നമുക്ക് ന്യൂമറേറ്റർ ആയ എക്സിൽ നിന്നും 1 പോയാൽ x - 1 ഡിവൈഡഡ് ബൈ y ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into x - 1 ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ 3x - 3 ഈസ് ഈക്വൽ ടു y. ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 3x - y ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? പർട്ടിക്കുലർ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ 8 കൂട്ടിയാൽ ആ ഫ്രാക്ഷൻ 1/4 ആയിട്ട് മാറും എന്നാണ് നമുക്ക് തന്നിരുന്നത്. സോ x ഡിവൈഡഡ് ബൈ y പ്ലസ് 8 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, എന്ന് പറയാൻ പറ്റും. ഇതിൽ നിന്നും ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 4x ഈസ് ഈക്വൽ ടു y പ്ലസ് 8 എന്ന്, സോറി, y പ്ലസ് 8 എന്നും. അപ്പോൾ ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 4x മൈനസ് y ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു കിട്ടും. സോ എനിക്ക് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിനെ ഞാൻ രണ്ടിനെ ഒന്ന് എടുത്ത് എഴുതുകയാണ്. എഴുതുമ്പോൾ
എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണ്, ഇവിടെ ഒരേ ഒരു വേരിയബിളിന്റെ എന്താണ് കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതേപോലെ അവരുടെ സിമ്പലും സെയിം ആണ്. അതുകൊണ്ട് വി ഹാവ് ടു സബ്ട്രാക്ട് വൺ ഇക്വേഷൻ ഫ്രം അനദർ. അപ്പോൾ ഞാൻ ഇതാണ്ട് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷനെ കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടും 3x minus 4x എത്ര കിട്ടും? -x. minus of minus y plus y is equal to 0 and 3 minus 8 മൂന്നിൽ നിന്ന് 8 മുമ്പ് എത്ര കിട്ടും? -5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ എത്ര കിട്ടും? -5 divided by -1 is equal to 5 എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏത് ഇക്വേഷനിലാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ 3x minus 5 is equal to 3 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x ന് പകരം 5 കൊടുത്തപ്പോൾ 3 × 5 minus y is equal to 3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -y is equal to 3 minus 15 and minus y is equal to -12. so y is equal to 12 എന്നാണ് കിട്ടിയത്. അതായത് നമ്മുടെ റിക്വയർഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 5/12. ഓക്കെ, സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യാഷ് സ്കോർ 40 മാർക്സിന്റെ ടെസ്റ്റ്. യാഷിന് ഒരു ടെസ്റ്റില് 40 മാർക്കാണ് കിട്ടിയത്. ആൻഡ് ആ ടെസ്റ്റിന്റെ വാല്യുവേഷൻ നടന്ന രീതി ഇങ്ങനെയാണ്: ഓരോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിനും 3 മാർക്കും ഓരോ റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് ഓരോ മാർക്ക് വീതം എന്ത് ചെയ്യുന്നു? ഡെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇപ്പോ വാല്യൂ ചെയ്തിരുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നോക്കുക. ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾക്ക് 4 മാർക്കും റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് 2 മാർക്കും വീതമാണ് കുറച്ചിരുന്നെങ്കിൽ യാഷിന് കിട്ടേണ്ട മാർക്ക് 50 മാർക്കാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 40 മാർക്ക് കിട്ടി എപ്പോഴാണ്? ഓരോ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് 3 മാർക്കും റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് 1 മാർക്കും വീതം കുറച്ചപ്പോൾ. ഇപ്പോ ആ വാല്യുവേഷന്റെ രീതി എങ്ങനെയായിരുന്നെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് 4 മാർക്കും റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് 2 മാർക്കുമായിട്ടായിരുന്നു വാല്യുവേഷൻ നടന്നതെങ്കിൽ യാഷിന് കിട്ടേണ്ട മാർക്ക് 50 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ മെനി ക്വസ്റ്റ്യൻസ് വേർ ദർ ഇൻ ദ ടെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിലെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് എത്ര ആയിക്കോട്ടെ, നമുക്കതില് യാഷ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിനെയും യാഷ് റോങ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയുമാണ് നമ്മൾ വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കുക, ലെറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ്, അതായത് കറക്റ്റ് ആയിട്ട് അവൻ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ആണ് എക്സ് എന്ന് പറയുന്നത്. അതേപോലെ റോങ് ആയിട്ടുള്ള അവൻ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? y എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? കറക്റ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഓക്കെ, അതേപോലെ റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവൻ എന്താണ്? 3x ഓക്കെ മാർക്സ് ആണ് അവന് കിട്ടിയത്. ആൻഡ് അതേപോലെ എന്താണ്? അതിൽ നിന്ന് -y, അതായത് നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് 1 × y നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവന് കിട്ടിയ മാർക്ക് എത്രയാണ്? 40. അതേപോലെ ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് 4 മാർക്കും റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് 2 മാർക്കുമാണെങ്കിൽ 4x - 2y = അവന് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 50 മാർക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നമുക്ക് 2 ലീനിയർ ഇക്വേഷൻ കിട്ടി. അപ്പൊ രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ ഞാൻ കുറച്ചും കൂടെ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് 2x - y = എത്രയെന്ന് കിട്ടും? 25 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ, വെൻ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് ഒരു വേരിയബിളും അതിന്റെ കോഎഫിഷ്യന്റും എന്താണ്? സെയിം ആണ് ആൻഡ് സിംബലും സെയിം ആണ്. സോ വി ഹാവ് ടു സബ്ട്രാക്ട് വൺ ഫ്രം അനദർ. അപ്പൊ ഞാൻ ഇക്വേഷൻ 1 ൽ നിന്ന് ഇക്വേഷൻ 2 കുറയ്ക്കുമ്പോൾ 3x - 2x = x and -y minus of -y plus y is equal to 0. 40 - 25 is equal to 15. അതായത് നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ ഈ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വൈയുടെ വാല്യൂ 25 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 25 കിട്ടി. ദാറ്റ് മീൻസ് അപ്പൊ എങ്ങനെയാണ്? 2 × x, അതായത് 2 × 30 ഓക്കെ മൈനസ് y is equal to 25 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് -y is equal to 25 - 30 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ -y is equal to എത്ര കിട്ടും? -5 എന്നാണ് കിട്ടുന്നത്, which implies y is equal to 5. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് എത്രയാണ്? 5 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? അവൻ 15 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടും 5 ക്വസ്റ്റ്യൻ റോങ് ആയിട്ടും എഴുതിയെങ്കിൽ മൊത്തം ആ ടെസ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദി സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് അവർ എക്സസൈസ് 3.5. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്?
places A and B, അതായത് രണ്ട് പ്ലേസസ് ആണ് എയും ബിയും, ആർ 100 കിലോമീറ്റർ അപ്പാർട്ട് ഓൺ എ ഹൈവേ. ഒരു ഹൈവേയില് പരസ്പരം 100 കിലോമീറ്റർ ദൂരമുള്ള രണ്ട് സ്ഥലങ്ങളാണ് എയും ബിയും. ഓക്കെ, വൺ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ, ഒരു കാറ് എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അനദർ ഫ്രം ബി, ഓക്കെ, ഒന്ന് ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം. ഓക്കെ, next, if the car travels in the same direction at different speeds, അതായത് ഡിഫറെന്റ്, ഈ രണ്ട് കാറും പല വേഗതയിൽ, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള വേഗതയിൽ സെയിം ഡയറക്ഷനിൽ പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് എത്ര മണിക്കൂറിന് ശേഷമായിരിക്കും? 5 മണിക്കൂർ കഴിയുമ്പോൾ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ, ഇപ്പൊ ഈ രണ്ട് കാറും നേരെ എതിരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവര് 1 മണിക്കൂറിൽ മീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാറുകളുടെയും സ്പീഡ് എത്രയാണ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ഹൈവേയിൽ 100 കിലോമീറ്റർ പരസ്പരം ദൂരമുള്ള രണ്ട് സ്ഥലങ്ങളാണ് എയും ബിയും. എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ സമയം രണ്ട് കാറുകൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഈ രണ്ട് കാറുകളും സെയിം ഡയറക്ഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് കാറുകൾ മീറ്റ് ചെയ്യുന്നത് 5 മണിക്കൂറിലായിരിക്കും, 5 hours വേണം. ആൻഡ് ഇപ്പൊ ഈ രണ്ട് കാറുകളും നേരെ എതിരെയാണ് വരുന്നത്, ടുവേർഡ്സ് ഈച്ച് അതർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 1 മണിക്കൂറിൽ മീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് the cars from place A and place B. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത എന്താണ്? എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത കാറിന്റെ സ്പീഡും അതേപോലെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാറിന്റെ സ്പീഡ് നമുക്ക് അറിയില്ല. അൺനോൺ ക്വാണ്ടിറ്റി അതാണ്. സോ വി ഹാവ് ടു ഡിനോട്ട് ദാറ്റ് അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ വേരിയബിൾ. ഓക്കെ, സോ ഐ ആം ടേക്കിംഗ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അപ്പൊ സ്പീഡാണ്. അപ്പൊ ഞാൻ അതിന്റെ യൂണിറ്റ് കൂടെ കൊടുത്തു പോവാണ്. എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് കാർ സ്റ്റാർട്ടിംഗ് ഫ്രം എ. എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന്റെ സ്പീഡാണ് എക്സ് കിലോമീറ്റർ പെർ അവർ. ഓക്കെ, നെക്സ്റ്റ് വൈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് കാർ സ്റ്റാർട്ടിംഗ് ഫ്രം ബി. ബി എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന്റെ സ്പീഡാണ് എന്തെന്ന് പറയുന്നത്? വൈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്. അതായത് ഒരു കിലോമീറ്ററിൽ അത് ഒരു അവറിൽ അത് വൈ കിലോമീറ്റേഴ്സ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 100 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് ഇപ്പം ഒരു കാറ് എക്സ് വേഗതയിലും മറ്റൊരു കാറ് വൈ വേഗതയിലും ഒരേ ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ്, ഓക്കെ, അതായത് ദ റിലേറ്റീവ് സ്പീഡ് ഓഫ് ദ കാർ സ്റ്റാർട്ടഡ് ഫ്രം എ with respect to the car started from B is equal to എത്രയായിരിക്കും? ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? x minus y എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ റിലേറ്റീവ് സ്പീഡിന്റെ എക്സ്പ്രഷൻ ആണ് എക്സ് മൈനസ് വൈ എന്നുള്ളത്. ഇപ്പൊ ഈ രണ്ട് കാറുകളും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഒരു കാറിന്റെ വേഗത എക്സ് കിലോമീറ്റർ പെർ അവർ, മറ്റേ കാറിന്റെ വേഗത വൈ കിലോമീറ്റർ പെർ അവർ. ഇവർ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് speed of the car started from the place A with respect to the car which started from the place B is equal to എത്രയായിരിക്കും? x plus y. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ റിലേറ്റീവ് സ്പീഡ് കിട്ടി എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഇപ്പോ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം തന്നിട്ടുണ്ട് 5 മണിക്കൂറും 1 മണിക്കൂറും സമയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈം എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് എത്രയാണ്? ഫസ്റ്റ് കണ്ടീഷൻ 100. ഓക്കെ, ആൻഡ് സ്പീഡ് എത്രയാണ്? നമുക്ക് റിലേറ്റീവ് സ്പീഡാണ് എടുക്കാൻ പറ്റത്തുള്ളൂ. എക്സ് മൈനസ് വൈ, അതായത് രണ്ട് കാറും ഒരേ ഡയറക്ഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു കാറിന്റെ വേഗത എക്സ് കിലോമീറ്റർ പെർ അവർ, മറ്റൊരു കാറിന്റെ വേഗത വൈ കിലോമീറ്റർ പെർ അവർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും അത് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് ഈസ് ഈക്വൽ ടു എത്ര മണിക്കൂറിന് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത്? 5 hours. ഓക്കെ, അപ്പൊ ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട് ആൻഡ് ദെയർ റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഫോം ചെയ്യാം. ഇതിന് ഞാൻ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5x minus 5y is equal to 100 എന്ന് കിട്ടും. ഇനി ഇതിനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. അതായത് ഈ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റും ഈ കോൺസ്റ്റന്റ് ടേമും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ x minus y is equal to 100 divided by 5 is equal to 20. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച്
ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ രണ്ട് കാറുകളും നേരെ എതിരെ വരുമ്പോൾ അവര് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്? 100 കിലോമീറ്റർ ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ രണ്ട് പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആൻഡ് റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? എക്സ് പ്ലസ് വൈ. ഈ രണ്ട് ഇത് നിങ്ങൾ മറക്കരുത്, റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? 1 hour. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. അപ്പം അതിനെയാണ് ഞാൻ എന്റെ രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് എലിമിനേഷൻ മെത്തേഡാണ്, അതുകൊണ്ടാണ് അത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വേരിയബിൾസിന്റെ രണ്ടുപേരുടെയും കോഎഫിഷ്യന്റ് എന്താണ്? നമുക്ക് സെയിം അല്ല, സോറി, ഞാൻ എടുത്തിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിന്റെ രണ്ട് വേരിയബിൾസിന്റെയും കോഎഫിഷ്യൻസ് എനിക്ക് എന്താണ്? സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഓപ്പറേഷനിലൂടെ പോകുന്നു. ഞാൻ ഇവിടെ ഈ y ആണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വൈയുടെ സിമ്പിൾസ് നോക്കുമ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് the pair of linear equation. അപ്പൊ ആഡ് ചെയ്യുന്നു 1 plus 2. അങ്ങനെയാണെങ്കിൽ x plus x is equal to 2x is equal to 20 plus 100 is equal to 120. അങ്ങനെയാണെങ്കിൽ x is equal to 120 divided by 2 is equal to 60 kilometer per hour. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത കാറിന്റെ സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഒരു മണിക്കൂറിൽ അത് 60 കിലോമീറ്റർ ദൂരമാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് y കണ്ടുപിടിക്കണം. എന്താ, ഞാൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നിന്നും y ഈസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് 100 മൈനസ് 60. 100ൽ നിന്ന് 60 പോകുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 40 ആണ് കിട്ടുന്നത്. സോ 40 കിലോമീറ്റർ പെർ അവർ ഈസ് ദ സ്പീഡ് ഓഫ് ദ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം B. ഓക്കെ, so we are moving to the last question of our exercise 3.5. question ഇങ്ങനെയാണ്: the area of a rectangle gets reduced by 9 square units if its length is reduced by 5 units and breadth is increased by 3 units. okay, അപ്പോൾ ഒരു റെക്ടാംഗിൾ നമുക്കറിയാം, റെക്ടാംഗിളിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് 5 യൂണിറ്റ്സ് നമ്മൾ കുറയ്ക്കുകയും ബ്രെഡ്ത്ത് 3 യൂണിറ്റ്സ് കൂട്ടുകയും ചെയ്താൽ അതിന്റെ ഏരിയ 9 യൂണിറ്റ്സ് സ്ക്വയർ യൂണിറ്റ്സ് കുറയും എന്നാണ് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതേ റെക്ടാംഗിളിന്റെ തന്നെ ലെങ്തിന് 3 യൂണിറ്റും ബ്രെഡ്ത്തിന് 2 യൂണിറ്റും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ, റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 67 സ്ക്വയർ യൂണിറ്റ്സ് കൂടും എന്നാണ് പറയുന്നത്. ദെൻ ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ റെക്ടാംഗിൾ. അതായത് റെക്ടാംഗിൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. സോ ഐ എം ഗോയിങ് ടു ഡിനോട്ട് ദീസ് അൺനോൺ ക്വാണ്ടിറ്റീസ് യൂസിംഗ് ദ വേരിയബിൾസ് x and y such that x denotes the length of the rectangle. റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ് x എന്ന് പറയുന്നത്, യൂണിറ്റ്സ് ആണ് x യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഈ ഡയമെൻഷൻസ് അറിഞ്ഞൂടാത്ത രീതിയിൽ വരുമ്പോൾ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെന്റിമീറ്റർ, മീറ്റർ അങ്ങനെയൊന്നും തന്നിട്ടില്ല. നമ്മൾ എന്താണ് വേരിയബിൾസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തെന്ന് എടുക്കുക? യൂണിറ്റ്സ് എന്നുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് ഏരിയയുടെ കേസ് വരുമ്പോൾ എന്താണ്? ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക? സ്ക്വയർ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഇത്ര സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, വോളിയം ആണെങ്കിൽ എന്താണ്? ഇത്ര ക്യൂബിക് യൂണിറ്റ്സ്. അങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക, അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ x എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ്. y എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്തുമാണ്. നമുക്കറിയാം ഒരു റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെ എനിക്ക് വരും? x ഇൻറ്റു y എന്നായിരിക്കും വരുന്നത് ആണല്ലോ. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ റെക്ടാംഗിളിന്റെ ലെങ്തിന് ഞാൻ 5 യൂണിറ്റ്സ് കുറയ്ക്കുകയും ബ്രെഡ്ത്തിന് 3 യൂണിറ്റ്സ് കൂട്ടുകയും ചെയ്താൽ അതിന്റെ ഏരിയ എത്രയാണോ അത് 9 യൂണിറ്റ്സ് കുറയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന റെക്ടാംഗിളിന്റെ ലെങ്ത് x ആണെങ്കിൽ x യൂണിറ്റ്സിൽ നിന്നും 5 യൂണിറ്റ് കുറയുമ്പോൾ x മൈനസ് 5. ഈ ഒരു എന്താണ്? ഈ ഒരു റിലേഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്ന റിലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കിട്ടും? x minus 5 okay into y plus 3. കാരണം എന്താണ്? breadth of the rectangle is increased by 3 units is equal to
എക്സ് വൈ മൈനസ് 9, അതായത് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്, അത് 9 യൂണിറ്റ് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ, എക്സ് ഇൻറ്റു 3x ഈസ് ഈക്വൽ ടു 3x, മൈനസ് 5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു മൈനസ് 5y, മൈനസ് 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു മൈനസ് 15. ഓക്കെ, ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് 9. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് വൈയും ഇവിടുത്തെ എക്സ് വൈയും ക്യാൻസൽ ആയി പോയി. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3x minus 5y is equal to minus 9 plus 15 is equal to എത്രയാണ്, plus 6. Okay, so we got the first linear equation as 3x minus 5y is equal to 6. Okay, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ലെങ്ത് 3 യൂണിറ്റ്സും ബ്രെഡ്ത്ത് 2 യൂണിറ്റ്സും ഇൻക്രീസ് ചെയ്താൽ ഇറ്റ്സ് ഏരിയ വിൽ ഇൻക്രീസ് ബൈ 67 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോ നമുക്ക് എന്തെന്ന് പറയാം, x plus 3 into y plus 3 is equal to xy plus 67. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക, നമ്മൾ ഇത് ചെയ്യുമ്പോൾ x into y is equal to xy and x into 2x is equal to 2x, 3 into y is equal to 3y and 3 into 2 is equal to plus 6 is equal to xy plus 67. അപ്പം ഇക്വേഷന്റെ രണ്ട് സൈഡിലും xy ടേംസ് ഉണ്ട്, സോ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് എന്തെന്ന് കിട്ടും, 2x plus 3y is equal to 67 minus 6 is equal to 61. അപ്പോൾ we got the second linear equation as 2x plus 3y is equal to 67. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഞാൻ എഴുതി പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ടൈം കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇപ്പൊ കൂടെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രോബ്ലത്തിന്റെയും ടൈം കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചെയ്ത് ഇട്ടതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോ ബൈ എലിമിനേഷൻ മെത്തേഡ് നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ എഴുതി, സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ എഴുതി. അപ്പൊ എലിമിനേഷൻ മെത്തേഡ് എന്നാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് എന്താക്കണം, സെയിം ആക്കണം. സിമ്പിൾ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതിന്റെ കോഎഫിഷ്യന്റ് മാത്രം സെയിം ആക്കിയാൽ മതി. കാരണം നമുക്ക് സൈൻ കൺവെൻഷൻ റൂൾ അനുസരിച്ച് അതിനെ ഏത് ഓപ്പറേഷൻ ചെയ്താൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ഒരു 3x ഉണ്ട്, ഇവിടെ ഒരു 2x ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ കാര്യം, ഞാൻ ഈ x എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ടും ആൻഡ് സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ടും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, സോ ദാറ്റ് ഇറ്റ് ബിക്കം 6x. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോ ഫസ്റ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6x minus 10y is equal to 12. ഓക്കെ, അതെന്താണ്, ടേക്കിംഗ് ആസ് ദ തേർഡ് ഇക്വേഷൻ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 2x നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x plus 3y into 3 is equal to 9y is equal to 183. Okay, taking this as the second equation. Okay, ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താണ്, ഒരു സ്കെയിലാർ ഉണ്ട്, നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തെന്നുള്ളൂ. അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേ ഇക്വേഷനിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അല്ലാതെ ഇത് തന്നു ഇതിൽ നിന്ന് വേറെ ഇക്വേഷനിലേക്ക് പോയി അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ നാലാമത്തെ ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷനാണ് ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 4ൽ നിന്നും 3 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 6x minus 6x is equal to 0, 9y minus of minus 10y is equal to plus 19y. Okay, is equal to 183 minus 12 is equal to 171. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y is equal to 171 divided by 19 is equal to എത്ര യൂണിറ്റ്സ് ആണ്, 9 യൂണിറ്റ്സ് ആണ്. That is, I got the breadth of the rectangle as 9 units. Okay, അപ്പോൾ breadth നമുക്ക് 9 യൂണിറ്റ് ആണ് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം എടുക്കുകയാണ്, 3x minus 5y is equal to 6. അപ്പൊ എടുക്കുമ്പോൾ എനിക്ക് x is equal to എങ്ങനെ എഴുതാൻ പറ്റും, 6 plus, ഓക്കെ, ഈ മൈനസ് 5y അപ്പുറം പോകുമ്പോൾ പ്ലസ് 5y, 6 plus 5y divided by 3 എടുക്കാൻ പറ്റും. അപ്പൊ അതിലെ y-ക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 6 plus 5 into 9 divided by 3. So 6 plus 5 into 9 is equal to 45 divided by 3. 45 plus 6 is equal to 51. 51 when divided by 3 we get 17 units. അതായത് നമ്മൾ എടുത്ത റെക്ടാങ്കിളിന്റെ ഡയമെൻഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെയാണ്, x units, അതായത് length of the rectangle is equal to 17 and y units, the breadth of the rectangle as 9 units. Okay, അപ്പൊ ഇതോടുകൂടി നമ്മുടെ 3.5 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ തീരുകയാണ്.